വിജയ് എക്സിൽ പങ്കുവെച്ച ആ ഒരു പ്രതികരണത്തിനും അപ്പുറത്തേക്ക് മറ്റ് പ്രതികരണങ്ങളോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഹിമ പറഞ്ഞതുപോലെ തന്നെ വിജയിലേക്കാണ് വിരലുകൾ ചൂണ്ടപ്പെടുന്നത്. പക്ഷേ കെ പി ശ്രീധരൻ പറഞ്ഞതുപോലെ തന്നെ വിജയിലേക്ക് മാത്രം എത്തേണ്ടതാണോ എന്നുള്ള ചോദ്യവും അവിടെ ബാക്കിയാണ്. എന്നിരുന്നാലും അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ്. ഒന്നാമത്തെ കാര്യം തന്നെ പറയുന്നത്, നമ്മൾ ഈ റോഡിൻ്റെ വീതി നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യൂവിലേക്ക് പോയാൽ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. ഈ ഒരു റോഡിൻ്റെ വീതിയും ഇവിടെ പരമാവധി എത്ര ആളുകളെ ഉൾക്കൊള്ളാനാകുമെന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആളുകൾക്ക് തന്നെ പറയാനാകും. ഈ 1000 ആളുകൾ പോലും അമിതമാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ രണ്ട് വശത്തായുള്ളത്. ഇവിടെയാണ് 10,000 പേർക്ക് പോലീസ് അനുമതി കൊടുക്കുന്നത്. അവിടെ പോലീസിൻ്റെ ഒരു വീഴ്ചയുണ്ടായോ? അങ്ങനെയെങ്കിൽ കൃത്യമായ ഒരു മുന്നൊരുക്കങ്ങൾ നടത്താൻ സാധിച്ചോ? വിജയെ പോലെ ഇത്തരത്തിലൊരു ഫെയിം ഇവിടെ വരുമ്പോൾ, തമിഴകത്തിൻ്റെ തന്നെ മുഖമായ വിജയ് ഇവിടെ എത്തുമ്പോൾ അത് നമുക്ക് സ്വാഭാവികമായും ഇതിനു മുമ്പും വിജയുടെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനൊക്കെ മുൻപേ തന്നെ വിജയ് എന്താണെന്ന് തമിഴകത്തിൽ തന്നെ എല്ലാവർക്കും അത്തരം കാഴ്ചകളൊന്നും നമ്മൾ കണ്ടത് പുതുമയുമല്ല. അപ്പോൾ വിജയെ പോലെയുള്ള ഒരു വ്യക്തി ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ വേണ്ട ക്രമീകരണങ്ങളോ സജ്ജീകരണങ്ങളോ ഒരുക്കിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. ഒപ്പം തന്നെ ഈ 10,000 പേർക്ക് അനുമതി കൊടുക്കുന്നത് തന്നെ അത്തരം പരിശോധനകൾ നടത്തിയാണോ അല്ലെങ്കിൽ അത്തരം സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയാണോ എന്നുള്ളതൊക്കെ തന്നെ അവിടെ ബാക്കിയാണ്. എന്തായാലും വ്യക്തമായി തന്നെ ആളുകൾ ഇവിടെയും ഇപ്പോൾ നമ്മളോട് പങ്കുവെച്ച ആളുകളൊക്കെ ആവർത്തിച്ച് തന്നെ അതേ അഭിപ്രായം തന്നെ പറയുകയാണ്. ഒരിക്കലും ഇത്തരത്തിലൊരു പരിപാടിക്ക് അനുമതി കൊടുക്കരുതായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അത് തന്നെയാണ് ഈ ഒരു കണക്കുകളായാലും അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങളായാലും തെളിയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. വീണ്ടും ആ ഒരു വേദനിപ്പിക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്. കുഞ്ഞു കുട്ടികളുടെ ഉൾപ്പെടെയുള്ള ചെരുപ്പുകൾ ഇവിടെ വരുന്നു. എത്രത്തോളം പരിഭ്രാന്തിയായിരുന്നു, എത്രത്തോളം ആ ഒരു ഭീകരതയായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഈ വേലുസ്വാമിപുരം എന്ന് പറയുന്ന പ്രദേശമാണിത്. കരൂർ ടൗൺ ആണ്. ഏകദേശം ഈ 1 കിലോമീറ്ററോളം ദൂരം, എങ്കിലും ഒരു 500 മുതൽ 800 മീറ്ററോളം ദൂരം വരുന്ന ഈ ഒരു മേഖലയിലായിരുന്നു ആളുകൾ തടിച്ചുകൂടിയത്. ഈ വരികളിലെല്ലാം തന്നെ നീളത്തിൽ ഇത്തരത്തിൽ ചെരുപ്പുകൾ ഈ റോഡിൻ്റെ ഇരുവശത്തുമായി കിടക്കുകയാണ്. അപ്പോൾ ആ തിക്കും തിരക്കിലും പരിഭ്രാന്തിയിൽ ആളുകൾ ഓടിയതിൻ്റെ ആ ഒരു ഭീകരത തന്നെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെ വിവരിച്ചാലും എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും നമുക്ക് ഒന്നും തന്നെ അത്തരത്തിൽ ഒരു വിശേഷണവും അതിന് പകരമാവില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ദുരന്തം അവശേഷിപ്പിക്കുന്ന വേദന. കർണാടകയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് സമാന രീതിയിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നു. വീണ്ടും വീണ്ടും ഇത്തരം ദുരന്തങ്ങൾ, ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അതിൽ ഇത്തരം ജീവനുകൾ പൊലിയുന്നു എന്ന് വേദനയുണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ്. അതിലും അപ്പുറത്തേക്ക് നമ്മുടെ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഉയരേണ്ടതില്ലേ? ഈ പ്രത്യാരോപണങ്ങൾ നടത്തിയത് കൊണ്ട് മാത്രം ഒരു പഴിചാലിലേക്കൊക്കെ പോയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ മുഖ്യമന്ത്രി പക്വതയാർന്ന ഒരു പ്രതികരണമൊക്കെ തന്നെയാണ് നടത്തിയത്. ഇപ്പോൾ വേണ്ടത് ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളുമാണ് നമുക്ക് നോക്കേണ്ടത്. ചികിത്സയിലുള്ള ആളുകളുണ്ട്. 50ഓളം പേര് ഇപ്പോഴും അത്തരത്തിൽ ചികിത്സയിൽ, ഗുരുതര നിലയിലൊക്കെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ആ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നെ ഉണർന്നു പ്രവർത്തിക്കണം. അതാണ് നമ്മൾ ഇപ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത്.